നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം. പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചെയ്യാൻ ആവശ്യമായ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. എസ്കാപ്പിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു സംവിധാനം വന്നിരിക്കുന്നു. എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾക്കറിയാം എന്തിനാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന്. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഓഗസ്റ്റ് 20 മാറ്റിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് 20 മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ ഒന്നാണ് കാൻഡിഡേറ്റ് ലോഗിൻ. അതായത് നിങ്ങൾ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിലേക്ക് കയറി, ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് ആവശ്യമാണ്. ഇതിന് മാത്രമല്ല, പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്കിത് ആവശ്യമാണ്. അതെല്ലാം നിങ്ങൾ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപേ മറ്റൊരു കാര്യം കൂടി പറയാം. കുട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു ആശങ്ക, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത OTPയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും കൃത്യമായൊരു പരിഹാരം വന്നിരിക്കുന്നു. മുമ്പേ അറിയിച്ച പോലെ OTP ഇനി നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാ കുട്ടികൾക്കും OTP വരികയല്ല ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരണമെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ളൊരു പ്രത്യേക ഓപ്ഷൻ അതിലുണ്ട്. സെൻഡ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരൂ. അതായത് നിങ്ങൾ വെറുതെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് OTP വരിക. അവിടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് OTP വരിക. കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. നമ്മളിതാ എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അതിനാദ്യം നിങ്ങൾ പ്ലസ് 1 അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ ഏത് വെബ്സൈറ്റിലാണോ കയറിയത് അതേ വെബ്സൈറ്റിലേക്ക് കയറുക. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് ആദ്യം നിങ്ങൾ കയറുക. ബാക്കി നമുക്ക് കാണാം. നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ തുടക്കത്തിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തത് കാണാം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ SWS. ഇതിൽ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുതിയ വിൻഡോ വരും. ഈ പുതിയ വിൻഡോയിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കണം. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ, നമ്മൾ ഏത് ജില്ലയിലാണോ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത് ആ ജില്ല തിരഞ്ഞെടുക്കണം. ഇവിടെ എല്ലാ ജില്ലകളുടെ പേരും നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്നും നിങ്ങൾ ജില്ല തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഞാനിവിടെ തിരുവനന്തപുരം തിരഞ്ഞെടുക്കുന്നു. പിന്നെ നമ്മൾ സബ്മിറ്റ് എന്ന ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു വിൻഡോ തെളിഞ്ഞു വരുന്നു. ഇവിടെ നമ്മൾ ആദ്യം SSLC സ്കീം തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് നോക്കാം, SSLC 2019-20 കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്കീമുകളും കൊടുത്തിട്ടുണ്ട്. CBSE, ICSE എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ വർഷം SSLC കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ SSLC 2019-20 എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊട്ട് താഴെ രജിസ്റ്റർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. മന്ത് പാസ് അവിടെ മാർച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മിക്കവാറും കുട്ടികൾക്ക് അത് തന്നെയായിരിക്കും. മിക്കവാറും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം SSLC പൂർത്തിയാക്കിയ കുട്ടികളൊക്കെ മാർച്ച് തന്നെയായിരിക്കും. മാറ്റമുള്ളവർ അത് മാറ്റിക്കൊടുക്കുക. ഇവിടെ മാർച്ച് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇയർ പാസ് 2020, ഈ വർഷം പാസ്സായ കുട്ടികൾ 2020 എന്ന ഓപ്ഷൻ തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. പിന്നീട് എൻ്റർ ദി ക്യാപ്ച എന്ന് പറയുന്നത് താഴെ ഒരു കോളത്തിലായിട്ട് ഒരു 5 നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ആ നമ്പേഴ്സ് നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഓരോ കുട്ടികൾ എടുക്കുമ്പോഴും ഓരോ നമ്പറുകളായിരിക്കും. ആ നമ്പർ നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലൊരു വിൻഡോ തെളിഞ്ഞു വരും. ഈ വിൻഡോയിൽ നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ കൃത്യമായിട്ടും നൽകിയിട്ടുണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ നെയിം, സ്കീം, രജിസ്റ്റർ നമ്പർ, ജെൻഡർ, മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങളുടെ OTP വരുന്നത്. ഇതെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെയുള്ള സെൻഡ് OTP എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. സെൻഡ് OTP എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു വിൻഡോ തെളിഞ്ഞു വരും. അല്പസമയത്തിനകം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP നമ്പർ വരും. ഈ OTP നമ്പർ നിങ്ങളിതാ ഈ വിൻഡോയിൽ താഴെ കാണുന്ന എൻ്റർ ദി OTP സെൻഡ് ടു ദി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന ആ ഫീൽഡിൽ എൻ്റർ ചെയ്യുക.
ഇവിടെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. OTP വേണ്ടി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച് മിനിറ്റുകൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഒരുപാട് കുട്ടികൾക്ക് OTP വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താഴെ ടൈമിൻ്റെ ഒരു കൗണ്ട് ഡൗൺ തന്നെ കാണിക്കുന്നുണ്ട്, അവിടെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അല്പസമയം ചിലപ്പോൾ നിങ്ങൾ OTP വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. OTP നമ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ ഒരു വിൻഡോ വരും. നിങ്ങൾക്കൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ഇവിടെയാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. താഴെയായി നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് എന്ന് കാണാം. അവിടെ നിങ്ങൾ കുറഞ്ഞത്, അതായത് മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലുമുള്ള ഒരു പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സ്മോൾ ലെറ്റർ, ഒരു ക്യാപിറ്റൽ ലെറ്റർ, അതായത് നമ്മൾ ചെറിയ അക്ഷരം വലിയ അക്ഷരം എന്ന് പറയാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ഒരു സ്മോൾ ലെറ്ററോ ഒരു ക്യാപിറ്റൽ ലെറ്റർ, അതേപോലെ ഏതെങ്കിലും ഒരു നമ്പർ, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. എന്താണ് ഈ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന സംശയം വരാം. നിങ്ങൾക്കറിയാം, ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിലൊക്കെ കീപാഡിൽ അറ്റ്, ഡോട്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാം. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നിർബന്ധമായിട്ടും നിങ്ങളുടെ പാസ്വേഡിൽ വേണം. അതായത് ഏറ്റവും കുറഞ്ഞത് 8 ക്യാരക്ടേഴ്സ്, അതിൽ മിനിമം ഒരു സ്മോൾ ലെറ്റർ, ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ നിർബന്ധമായിട്ടും വേണം. ഇങ്ങനെയുള്ള ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നെ തൊട്ട് താഴെയായിട്ട് കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ അതേ പാസ്വേഡ് വീണ്ടും എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിന് വേണ്ട ക്രെഡൻഷ്യൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ പാസ്വേഡ് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ ഉപയോഗിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് പിന്നീട് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം, മറന്നു പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് കാൻഡിഡേറ്റ് ലോഗിന് വേണ്ടത്. തൊട്ട് താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മെയിൻ പേജിലും ഇതേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോയാണിത്. ഈ വിൻഡോ ലഭിക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് കണ്ടിരുന്നു. അതല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അവിടെയും ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വിൻഡോ തെളിഞ്ഞു വരും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് എന്നീ വിവരങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്.